കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ സമരങ്ങൾ തടയുന്ന വിഷയത്തിൽ വെട്ടിലായി പോലീസ്. ഗവർണർ നിലപാട് കടുപ്പിച്ചതോടെ ഇനിയും മൃദു സമീപനം തുടരുന്നത് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. സംസ്ഥാന പോലീസ് മേധാവി ഇക്കാര്യം മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ കേന്ദ്രം പ്രതിസന്ധി ഈ വാർത്തയുടെ വിശദാംശങ്ങൾ രാജീവ് നൽകും. രാജീവ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേട്ടുകേൾവിയില്ലാത്ത രീതിയിലുള്ള സംഘർഷങ്ങളായിരുന്നു കേരള സർവകലാശാലയ്ക്ക് മുന്നിൽ കഴിഞ്ഞ ഒരാഴ്ച നിലനിന്നിരുന്നത്. അക്രമ സമരങ്ങൾ, അതായത് സർവകലാശാലയ്ക്കുള്ളിലേക്ക് കടന്നുപോലും അക്രമ സമരങ്ങൾ നടത്തുന്ന രീതിയിലേക്ക് ഇടത് യുവജന സംഘടനകൾ എത്തിയിരുന്നു. സാധാരണ രീതിയിൽ സർവകലാശാലയ്ക്ക് മുന്നിലേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് സർവകലാശാലയ്ക്ക് സമീപം പോലീസ് തടയുകയും ചെയ്യും. പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലയ്ക്ക് സമീപം തന്നെ തടയുകയാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെയായിരുന്നില്ല. സർവകലാശാലയ്ക്ക് ഉള്ളിലേക്ക് തന്നെ കടന്ന് ഇടത് യുവജന സംഘടനകൾ, പ്രത്യേകിച്ചും SFIയും DYFIയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുകയും സർവകലാശാല ആസ്ഥാനത്തേക്ക് കടന്നു കയറുകയും ചെയ്തിരുന്നു. സർവകലാശാല ആസ്ഥാനത്തെ പല ഓഫീസുകളിലേക്ക് പോലും SFI പ്രവർത്തകർ കടന്നു കയറി അതീവ രഹസ്യ സ്വഭാവമുള്ള രേഖകൾ ഉൾപ്പെടെ ഇവിടെ സൂക്ഷിക്കുന്നുണ്ട്. അത്തരം രേഖകൾ സൂക്ഷിക്കുന്ന സ്ഥലത്തേക്കാണ് SFI പ്രവർത്തകർ കടന്നു കയറിയത്. അതുകൊണ്ട് തന്നെയാണ് ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ അവിടെ നിന്നും അത്തരം രേഖകൾ നഷ്ടപ്പെടാനുള്ള സാധ്യത പോലും ചൂണ്ടിക്കാണിച്ചിരുന്നു. എന്നാൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഈ സംഘർഷങ്ങൾ തടയാനുള്ള യാതൊരു ഇടപെടലും ഉണ്ടായില്ല. ഈ സർവകലാശാലയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥരും നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തവണ പരാതികൾ ഉയർന്നെങ്കിലും പോലീസിന്റെ ഭാഗത്തു നിന്ന് പിന്നീടും അതേ മൃദു സമീപനം ഈ ഇടത് യുവജന സംഘടനകളോട് തുടരുകയായിരുന്നു. ഇതിനുശേഷമാണ് രാജ്ഭവനിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തിയത്. ഈ മാർച്ചിലും, അതായത് വലിയ രീതിയിലുള്ള അക്രമ സമരങ്ങളിലേക്ക് ഈ മാർച്ച് പോയി. ആ ഒരു സാഹചര്യത്തിൽ പോലും പോലീസ് കൃത്യമായി ഇടപെട്ടില്ല. ജലപീരങ്കി പ്രയോഗിക്കുക മാത്രമായിരുന്നു ചെയ്തിരുന്നത്. മറ്റ് യുവജന സംഘടനകൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തുകയാണെങ്കിൽ അവരെ തല്ലിച്ചതയ്ക്കുന്ന പോലീസാണ്. ഇവിടെ മണിക്കൂറുകളോളം സംഘർഷാവസ്ഥ ഈ SFI പ്രവർത്തകർ സൃഷ്ടിച്ചിട്ടും അതിനെതിരെ യാതൊരു തരത്തിലുള്ള നടപടിയും എടുക്കാതെ നോക്കിക്കൊണ്ടിരുന്നു. ഒടുവിൽ പോലീസിനെ പ്രവർത്തകരോട് യാചിച്ച് നിങ്ങൾ പിരിഞ്ഞു പോകണമെന്ന് പറയേണ്ട സാഹചര്യം പോലും ഉണ്ടായി. അത്തരത്തിൽ ഒരു നാണംകെട്ട അവസ്ഥയിലേക്ക് കേരള പോലീസ് മാറിയതോടെയാണ് ഗവർണർ സംസ്ഥാന പോലീസ് മേധാവിയെ രാജ്ഭവനിലേക്ക് വിളിച്ചു വരുത്തിയത്. ഇക്കാര്യത്തിൽ കർശനമായ നടപടി, അതായത് ഏത് ഉദ്യോഗസ്ഥനാണോ വീഴ്ച വരുത്തിയത് ആ ഉദ്യോഗസ്ഥനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സംസ്ഥാന പോലീസ് മേധാവിയോട് ഗവർണർ ആവശ്യപ്പെട്ടിരുന്നു. ഇല്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങും എന്ന മുന്നറിയിപ്പ് കൂടിയാണ് ഗവർണർ നൽകിയത്. ഇതോടെ വെട്ടിലായിരിക്കുന്നത് സംസ്ഥാന പോലീസാണ്. കാരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കുന്നതിന് മറ്റ് തടസ്സങ്ങളില്ല. പക്ഷേ സംസ്ഥാന സർക്കാർ പൂർണ്ണമായും ഈ സമരങ്ങൾക്കൊപ്പമാണ്, ഈ സംഘർഷങ്ങൾക്കൊപ്പമാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ കേരള സർവകലാശാല VC-ക്കെതിരെയാണ് ഇടത് യുവജന സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്തെത്തുന്നത്. മുൻ രജിസ്ട്രാറെ ഈ സർവകലാശാലയിലേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന VC നിലപാടെടുക്കുന്നു. പക്ഷേ ഇടത് സംഘടനകളുടെ പിൻബലത്തിൽ രജിസ്ട്രാർ അവിടേക്ക് എത്തുന്നു. അതിന് എല്ലാ പിൻബലവും നൽകിക്കൊണ്ട് പുറത്തും അകത്തുമായി SFI പ്രവർത്തകർ സംരക്ഷണമൊരുക്കുന്നു, സംഘർഷം സൃഷ്ടിക്കുന്നു. ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് സിൻഡിക്കേറ്റ് അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയിരുന്നത്. പക്ഷേ വിഷയം ഇപ്പോൾ ഏതായാലും ഗവർണർ ഏറ്റെടുത്തിരിക്കുകയാണ്. കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസും തിരിച്ചറിയുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ്, അതായത് രണ്ടാം തവണയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർക്ക് വിഷയത്തിൽ വിളിച്ചു വരുത്തേണ്ടി വരുന്നത്, കൃത്യമായ ശാസന നൽകേണ്ടി വരുന്നത്. ആ ഒരു സാഹചര്യത്തിനിടെയാണ് ഏതായാലും പോലീസ് പൂർണ്ണമായും വെട്ടിലായിരിക്കുന്നത്. നിലവിലെ സാഹചര്യം സംസ്ഥാന പോലീസ് മേധാവി മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അമേരിക്കയിലാണ്. മുഖ്യമന്ത്രിയെ അദ്ദേഹം ഫോണിൽ ബന്ധപ്പെട്ട നിലവിലെ സാഹചര്യം അറിയിച്ചിട്ടുണ്ട്. ഇനിയും ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർ കടുത്ത നടപടികളിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. അതിനൊപ്പം തന്നെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിലും ഇവർ ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. അതായത് കേരള സർവകലാശാലയുടെ പ്രവർത്തനം തന്നെ സ്തംഭിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് ഈ പ്രവർത്തനം തുടർന്നുകൊണ്ട് പോകുന്നതിന് കൂടുതൽ സുരക്ഷ ആവശ്യമാണ്. അതിന് ആവശ്യമെങ്കിൽ കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ഒരു നിലപാട് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഹൈക്കോടതിയുടെ മുന്നിൽ വെച്ചിട്ടുണ്ട്. ഹൈക്കോടതി ഇതിനോട് അനുകൂല നിലപാട് സ്വീകരിക്കുകയാണെങ്കിൽ സർവകലാശാലയുടെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന എത്താനുള്ള സാധ്യത അത് പോലീസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ചാൻസലറായ ഗവർണർക്ക് വേണമെങ്കിലും ഇത്തരമൊരു കാര്യത്തിൽ തീരുമാനമെടുക്കാം. ഗവർണർക്ക് കേന്ദ്ര സർക്കാരിനെ സമീപിച്ചുകൊണ്ട് സർവകലാശാലകളുടെ സുരക്ഷയ്ക്ക് കേന്ദ്രസേനയെ വിന്യസിക്കണമെന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ കഴിയും. അത്തരത്തിലും കേന്ദ്രസേന എത്തുകയാണെങ്കിൽ അത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം നിലനിൽക്കുന്നത് ഈ സമരങ്ങളെ എങ്ങനെ നേരിടുമെന്നാണ്. അതായത് വീണ്ടും സംഘർഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരും. അല്ലെങ്കിൽ നോക്കുകുത്തിയായി നിന്നാൽ മറ്റ് സാഹചര്യങ്ങൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ പോലീസ് ബലം പ്രയോഗിച്ചാൽ അത് മറ്റ് വിവാദ വിഷയങ്ങളിലേക്ക് വഴിവെക്കാനുള്ള സാധ്യതയുമുണ്ട്. അതും പോലീസിനെ വെട്ടിലാക്കുന്നുണ്ട്. കാരണം റവാദ ചന്ദ്രശേഖറാണ് ഇപ്പോൾ സംസ്ഥാന പോലീസ് മേധാവി. നേരത്തെ കൂത്തുപറമ്പ് വെടിവെപ്പുമായി ബന്ധപ്പെട്ട CPM-ന്റെ പ്രതിപട്ടികയിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ചുമതല ഏറ്റെടുത്തിട്ട് ആഴ്ചകൾ മാത്രമേ ആകുന്നുള്ളൂ. ഈ ഒരു സാഹചര്യത്തിനിടെ, അതായത് പുതിയ സംസ്ഥാന പോലീസ് മേധാവി എത്തിയതിനു ശേഷം വീണ്ടും
ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ ഉണ്ടാവുകയും അതിന് നേരെ പോലീസിന്റെ ബലപ്രയോഗം ഉണ്ടാവുകയും ചെയ്താൽ അത് വലിയ വിവാദങ്ങൾക്ക് വഴിവെക്കുമോ എന്ന ആശങ്ക സർക്കാരിനുണ്ട്, CPM-നുണ്ട്. അതുകൂടി കണക്കിലെടുത്താണ് ഈ രാജ്ഭവന് മുന്നിലൊക്കെ വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടും പോലീസ് സംയമനം പാലിച്ച് നോക്കുകുത്തിയായി നിൽക്കേണ്ട സാഹചര്യം വന്നതും ഒടുവിൽ യാചിച്ച് പ്രവർത്തകരെ തിരിച്ചയക്കേണ്ട സാഹചര്യമൊക്കെ ഉണ്ടായതും ഈ രീതിയിൽ പൂർണ്ണമായും വെട്ടിലായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലിപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ നിലവിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ ചെയ്തതുപോലെ ഈ സർവകലാശാലകൾക്ക് സമീപത്തെ സമരങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ച് പോലീസ് ഗൗരവത്തോടെ ആലോചിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഇക്കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നിലപാട് ഇതിൽ നിർണായകമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഏതായാലും കൂടുതൽ സംഘർഷങ്ങളുള്ള സമരങ്ങളിലേക്ക് ഇനി ഇടത് യുവജന സംഘടനകൾ പോകുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അവിടെ പോലീസിന്റെ നിലപാട് എന്താകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു. അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ ഗവർണർ തീർച്ചയായും നിലപാട് കടുപ്പിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിലുള്ള മുന്നറിയിപ്പ് തന്നെയാണ് സംസ്ഥാന പോലീസ് മേധാവിയെ വിളിച്ചു വരുത്തി, തന്റെ ഔദ്യോഗിക വസതിയിലേക്ക് വിളിച്ചു വരുത്തി ഗവർണർ നൽകിയിരിക്കുന്നത്. ഗൗതം. രാജീവേ, ഈ കേരള സർവകലാശാലയിലാണെങ്കിലും രാജ്ഭവനിലാണെങ്കിലും SFIയും DYFIയും നടത്തിയ അതിക്രമം നമ്മൾ കണ്ടതാണ്. അന്ന് തന്നെ അതിനെതിരെ വലിയ വിമർശനങ്ങൾ സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ ശക്തമാവുകയും ഒക്കെ ചെയ്തിരുന്നു. പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്നു, സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ പൂർണ്ണമായി തടസ്സപ്പെടുത്തുകയും ഗവർണറെ വെല്ലുവിളിക്കുകയും ഒക്കെ ചെയ്യുന്ന സമീപനം ഈ അക്രമകാരികളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇപ്പോൾ രാജ്ഭവൻ നിലപാട് കടുപ്പിച്ച ഒരു പശ്ചാത്തലത്തിൽ ഇനിയും ഇത്തരം പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പോലീസിന് കടുത്ത നടപടി സ്വീകരിക്കേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ പോകുകയല്ലേ? തീർച്ചയായും അത്തരമൊരു സാഹചര്യം തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ പോലീസ് അത്തരമൊരു ഉത്തരവ് പുറത്തിറക്കിയിരിക്കുന്നത്. സർവകലാശാലയ്ക്ക് സമീപത്തേക്ക് പ്രതിഷേധങ്ങൾ ഉണ്ടാകരുത്. നേരത്തെയും ആ രീതിയിൽ തന്നെയാണ്. അതായത് സർവകലാശാല എന്നല്ല, സെക്രട്ടേറിയറ്റ് എന്നല്ല, എവിടേക്കായാലും പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തൊട്ടു മുൻപായി പോലീസ് ഈ സമരങ്ങളെ തടയുകയും അവിടെ വെച്ച് ഈ പ്രതിഷേധങ്ങൾ അവസാനിപ്പിക്കുകയും ചെയ്യുന്നതാണ് പതിവെങ്കിൽ ഇവിടെ അതെല്ലാം ലംഘിച്ചുകൊണ്ട് സർവകലാശാലയ്ക്കുള്ളിലേക്ക് പ്രതിഷേധങ്ങൾ വ്യാപിക്കുന്നു. അവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രഹസ്യരേഖ ഉൾപ്പെടെ സൂക്ഷിക്കുന്ന സ്ഥലമാണ് സർവകലാശാല. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളുടെ രേഖകളാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത്. ആ രേഖകൾ സൂക്ഷിക്കുന്ന മുറികളിലേക്ക് കേരള സർവകലാശാലയിലും രാജ്ഭവനിലും SFI DYFI പ്രവർത്തകർ നടത്തിയ അതിക്രമത്തിൽ പോലീസ് നോക്കുകുത്തിയായി നിന്നിരുന്നു. ഇനിയും അത്തരം നടപടികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കടുത്ത നീക്കം ഉണ്ടാകുമെന്ന സന്ദേശമാണ് രാജ്ഭവൻ ഇപ്പോൾ നൽകുന്നത്.